എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ് ആണ്. ഫസ്റ്റ് എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് നോക്കാം. ഹൈപ്പോത്തിസിസ് ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്, എ പോസിബിൾ ആൻസർ ഓർ എ പ്രിഡിക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് ബൈ സയൻറ്റിഫിക് മെത്തേഡ് ഓർ സയൻറ്റിഫിക്കലി ടെസ്റ്റബിൾ ഓർ മെഷറബിൾ. എന്ന് വെച്ചാൽ ഹൈപ്പോത്തിസിസ് എന്ന് വെച്ചൊരു ഗസ്സാണ്, അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ആൻസറാണ്. നമ്മളൊരു സ്റ്റഡി നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു റിസർച്ച് നടത്തുന്നതിന് മുമ്പ് എന്തായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാനാണ്. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബാങ്കേഴ്സ് അസ്യൂം ചെയ്യാണ് മോർ ഹൈ ഇൻകം കിട്ടണ കസ്റ്റമേഴ്സ് ആയിരിക്കും അവർക്ക് മോർ പ്രോഫിറ്റബിലിറ്റി, ലോവർ ഇൻകം കിട്ടുന്ന കസ്റ്റമേഴ്സ് അവർക്ക് ലോവർ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, making an assumption about a parameter, then collecting a sample data and calculating a sample statistic. നമ്മൾ ഈ സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നേരത്തെ കളക്ട് ചെയ്ത സാമ്പിൾ ഡേറ്റേനെ കമ്പയർ ചെയ്യണം. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് വരാണെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് തെറ്റാന്ന് പറയാം, അല്ല അത് കറക്റ്റ് ആണെങ്കിൽ ഹൈപ്പോത്തിസിസ് ശരിയാണെന്ന് നോക്കാം. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ക്രൈറ്റീരിയ ഫോർ ഹൈപ്പോത്തിസിസ് ആണ്. ഇറ്റ് ഷുഡ് ബി എംപിരിക്കലി ടെസ്റ്റബിൾ വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ്. നമുക്കൊരു റൈറ്റ് ആണോ റോങ് ആണെന്ന് ആൻസർ കിട്ടണ ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്കിതിൽ ചെയ്യാവൂ. ആൻസർ ഇല്ലാത്തൊന്നും തന്നെ ഹൈപ്പോത്തിസിസിൽ ചെയ്യാൻ പാടില്ല. സെക്കൻഡ് വൺ, ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക് ആയിരിക്കണം. നെക്സ്റ്റ്, ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ ഹൈപ്പോത്തിസിസ് ഷുഡ് നോട്ട് ബി കോൺട്രാഡിക്ടറി. പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് സ്പെസിഫിക് വേരിയബിൾ ബിറ്റ്വീൻ ദ റിലേഷൻഷിപ്പ് ഈസ് ടു എസ്റ്റാബ്ലിഷ്ഡ്. ആൻഡ് ഫൈനൽ വൺ, ഇറ്റ് ഷുഡ് ഡിസ്ക്രൈബ് ഓൺലി വൺ ഇഷ്യൂ. ഒരു ഇഷ്യൂവിനെ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാവൂ. വൺ മോർ ഇഷ്യൂസ് ഒറ്റ ടൈമിൽ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല. ദെയർ ആർ മെയിൻലി ടു സ്റ്റേറ്റ്മെൻറ്റ്, ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആൻഡ് നൾ ഹൈപ്പോത്തിസിസ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് നോക്കാം. അത് ഡിനോട്ട് ചെയ്യണത് H1 or H0 എന്നാണ്. It is the statement that the value of the parameter differs in some ways from the null hypothesis. The alternative hypothesis can be used the symbols greater than, smaller than or not equal to, and it states that the researcher wishes to approach or disapprove. It is always a contradictory of the null hypothesis. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റിസർച്ച് എന്തിനാണോ റിസർച്ച് ചെയ്ത് റിസൾട്ട് വേണ്ടത് അതാണ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഇൻക്ലൂഡ് ചെയ്യണേ. ഇത് നൾ ഹൈപ്പോത്തിസിസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഡോക്ടേഴ്സ് ഒരു പുതിയ മെഡിസിൻ ഡെവലപ്പ് ചെയ്യാണ്. അവർ ആ മെഡിസിൻ ഡെവലപ്പ് ചെയ്യണ ഇപ്പോൾ ഉള്ള മെഡിസിനേക്കാളും മോർ യൂസ്ഫുൾ ആവാനും പെർഫോമൻസ് കൂട്ടാനും വേണ്ടിയായിരിക്കും. അപ്പോൾ ആ എയിമായിരിക്കും അവരുടെ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ് നൾ ഹൈപ്പോത്തിസിസ് നോക്കാം. അത് ഡിനോട്ട് ചെയ്യണ H0 എന്നാണ്. ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദ വാല്യൂ ഓഫ് ദ പാരാമീറ്റർ ഈസ് ഇൻ ഫാക്ട് ഈക്വൽ ടു ദ ക്ലെയിംഡ് വാല്യൂ. വി അസ്യൂം ദാറ്റ് ദ നൾ ഹൈപ്പോത്തിസിസ് ഈസ് ട്രൂ അണ്ടിൽ വി പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട്. ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദർ ഈസ് നോ റിലേഷൻ ബിറ്റ്വീൻ ദ ഫിനോമിന അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ, അവിടെ പോസിറ്റീവായിട്ടുള്ളൊരു തിങ്കിങ് ആയിരുന്നു അവരെടുത്തിരുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ മരുന്ന് കൊണ്ട് വേറെ യൂസ് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേരത്തേന് സെയിം ഡിഫറൻസ് ഉണ്ടാവില്ല, നേരത്തെ പോലെ തന്നെ ആയിരിക്കും മെഡിസിൻ എന്നുള്ളതായിരിക്കും ഇവിടുത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ. ചുരുക്കി പറയുകയാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും നൾ ഹൈപ്പോത്തിസിസ്. അടുത്ത് പറയാൻ പോണ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസും നൾ ഹൈപ്പോത്തിസിസും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസാണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിൽ നമ്മൾ ഓൾ പോസിബിൾ ഔട്ട്കംസും ഇൻക്ലൂഡ് ചെയ്യും. പക്ഷേ നൾ ഹൈപ്പോത്തിസിൽ ഓൺലി വൺ ഇത് മാത്രമേ നമ്മൾ നോട്ട് ചെയ്യുള്ളൂ. അതാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിന് ഓപ്പോസിറ്റ് ഉള്ളതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഫസ്റ്റ് വൺ, റെലവൻസ് ടു ദ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ്. പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിന് റെലവൻ്റ് ആയിട്ടുള്ളതായിരിക്കും ഇത്. നെക്സ്റ്റ്, സ്പെസിഫിക് ഡിസിഷൻ. എടുക്കുന്ന ഡിസിഷൻസ് സ്പെസിഫിക് ആയിരിക്കും. നെക്സ്റ്റ്, ക്ലാരിറ്റി ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത് ഓൾവേസ് ഡയറക്റ്റ് ടു ദ പോയിൻ്റ് ആയിരിക്കും. സോ ക്ലാരിറ്റിയും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും ഹൈപ്പോത്തിസിസ്. നെക്സ്റ്റ്, മെഷറബിൾ.
ഇതിൻ്റെ വാല്യൂ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. വൺ മസ്റ്റ് ബി ഏബിൾ ടു റിജക്റ്റ് ആഫ്റ്റർ ദ ഡേറ്റ അനലൈസ്. നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു വാല്യൂ സെലക്ട് ചെയ്യും, മറ്റേ വാല്യൂ അവോയ്ഡ് ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ടെസ്റ്റബിലിറ്റി ആണ്. There should be a way of manipulating variable and measuring the outcome variable. നമുക്ക് ഔട്ട്കമ്മും നേരത്തെ ചിന്തിച്ചിരുന്ന തമ്മിൽ മാച്ച് ചെയ്യണ്ടോ അതോ ഡിസ്മാച്ച് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ പോകാൻ പോണത് സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ഡിസൈഡ് ഓൺ ദ നൾ ഹൈപ്പോത്തിസിസ്. The null hypothesis generally expressed by the idea of no difference. ഇത് ഡിനോട്ട് ചെയ്യുന്നത് H0 എന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നൾ ഹൈപ്പോത്തിസിസ് കണ്ടുപിടിച്ച് അത് സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡ് ഓൺ ദ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് എന്താണ് തന്നേക്കണതെന്ന് സെലക്ട് ചെയ്യണം. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്. നമുക്ക് തന്നിട്ടുള്ള വാല്യൂസ് വെച്ച് സ്റ്റാറ്റിസ്റ്റിക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദിസ് ഈസ് എ വാല്യൂ ദാറ്റ് വി വിൽ കാൽക്കുലേറ്റ് ഫ്രം ദ സാമ്പിൾ ഡേറ്റ. തന്നിരിക്കുന്ന സാമ്പിൾ ഡേറ്റ വെച്ചാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസൈഡ് ഓൺലി ദ സിഗ്നിഫിക്കൻസ് ലെവൽ. Whole hypothesis testing is liable to error. There are mainly two error ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഒന്നല്ലെങ്കിൽ നമ്മൾ ഇത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ നൾ ഹൈപ്പോസിസ് എറർ വരും. അതല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസിലായിരിക്കും എറർ വരുന്നത്. ലാസ്റ്റ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കൺക്ലൂഷനാണ്. ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച ഡേറ്റയും തന്നിരിക്കുന്ന ഡേറ്റയും തമ്മിൽ കമ്പയർ ചെയ്ത് ഏതാണോ കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് കൺക്ലൂഷൻ. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് ആൻ എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് ദ എഫക്റ്റ് ഓഫ് എക്സ്പോഷർ ഓഫ് റോസ് ഫ്ലവേഴ്സ് ടു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ്. ഹി ചൂസ് 10 vigorous plant with the freely exposed flowers at the top and flowers hidden as much as possible at the bottom. Finally, determine the number of seeds set per 2 pods at each location. The data were നമുക്ക് ഡേറ്റ എന്നുണ്ട്. 10 പ്ലാന്റ്, അതിൽ ടോപ്പ് ഫ്ലവറും ബോട്ടം ഫ്ലവേഴ്സും. നെക്സ്റ്റ് ടെസ്റ്റ് ദ ഹൈപ്പോത്തിസിസ് ഓഫ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ പോപ്പുലേഷൻ മീൻസ് അഗെയിൻസ്റ്റ് ദ ഓൾട്ടർനേറ്റീവ് ദാറ്റ് ടോപ്പ് ഫ്ലവേഴ്സ് സെറ്റ് മോർ സീഡ്സ് ഫോർ ആൽഫ 0.05. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ മീനും കാണണം, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണം. ഇത് രണ്ടും നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് എങ്ങനെ കാണണമെന്ന്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ആദ്യം ഡിഫറൻസ് കാണാണ്, ടോപ്പ് ഫ്ലവറിൻ്റെയും ബോട്ടം ഫ്ലവറിൻ്റെയും ഓരോ 10 പ്ലാന്റിൻ്റെയും അതുപോലെ കാണാണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് ടോട്ടൽ 10.8 കിട്ടി. അപ്പോൾ മീൻ കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ നമുക്ക് മീൻ 1.08 എന്ന് കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.54 എന്ന് കിട്ടി. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിൽ ഹൈപ്പോസിസ് നോക്കുകയാണ്. ഇതിൽ ഹൈപ്പോസിസ് എന്ന് പറയുന്നത് 0 ആണ്. ഓൾട്ടർനേറ്റീവ് ഹൈപ്പോസിസ് എന്ന് പറയുന്നത് 0-നേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. നമ്മളടുത്തത് ഇക്വേഷൻ വെച്ച് ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ മൈനസ് നൾ ഹൈപ്പോത്തിസിസ് ഡിവൈഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ √n എന്നാണ്. അപ്പോൾ നമ്മളത് ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ 1.08 - 0 ഡിവൈഡ് ബൈ 1.54 ഡിവൈഡ് ബൈ √10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 2.22 കിട്ടും. അപ്പോൾ നമ്മൾ അതുവഴി ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് 0-നേക്കാളും ഗ്രേറ്റർ ദാനാന്ന് കിട്ടി. സോ കൺക്ലൂഷനായിട്ട് നമുക്ക് പറയാം, കൺക്ലൂഷൻ ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ഈസ് നോട്ട് റിജക്റ്റഡ്. നമ്മൾ നൾ ഹൈപ്പോത്തിസിസ് റിജക്റ്റ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിനാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത്.